പിന്നെ ദി മോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, നമ്മൾ വണ്ടിയുടെ പുറകിലെ ലോഗോ കണ്ട പോലെ തന്നെ സിഗ്മ 4 എന്ന് പറഞ്ഞ ഫീച്ചർ, ഇറ്റ്സ് വെരി യൂസ്ഫുൾ വെൻ യു ആർ ലോക്ക്ഡ്. അപ്പം ഇത് ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. H2, H4, L4 ഇതാണ് നമ്മുടെ 4-wheel drive എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് വന്നിട്ട്. അപ്പം ഇപ്പം അത്യാവശ്യം ഒരു സ്ലിപ്പറി റോഡൊക്കെ ആണെങ്കിൽ H4 തന്നെ അത്യാവശ്യം വെഹിക്കിൾ ഈസ് കേപ്പബിൾ. H2 തന്നെ നോർമലി ഇറ്റ് ഈസ് കേപ്പബിൾ ബിക്കോസ് ഇതൊരു ലാഡർ ഫ്രെയിം ഷാസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാല് കൊടുക്കുമ്പോൾ തന്നെ റെയർ വീൽ ഡ്രൈവും കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാപ്സിലൊക്കെ പെട്ടാലും സ്ലിപ്പറി റോഡ്സിലൊക്കെ കയറി പോകും. പിന്നെ വെൻ യു ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ സ്ലിപ്പറി യു ക്യാൻ ജസ്റ്റ് എൻഗേജ് ഇൻ ടു H4 എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും അത് സുഖമായിട്ട് കയറി പൊക്കോളും. ആൻഡ് യു ഫീൽ വെരി ടഫ് റോഡ്സ്, ദെൻ യു ഹാവ് ടു ഡു 4-wheel drive എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ ഹാവ് ടു ഡു ഈസ് ലൈക്ക് ഇവിടെ നമുക്കൊന്ന് ഇപ്പം നോർമലി H4 പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സ്റ്റിയറിങ്ങിൽ ഇൻഡിക്കേഷൻസ് ഇവിടെ കാണിക്കും. നമുക്ക് നോർമലി ഇതാണ് സ്റ്റിയറിംഗ് ഇൻഡിക്കേഷൻ കാണിക്കുക. ഇവിടെ തന്നെ നമുക്ക് കാണിക്കും 4-wheel drive എൻഗേജ്മെൻറ്റിൻ്റെ 4-wheel drive എൻഗേജ്ഡ് എന്നുള്ള ലോഗോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് മൂവിങ് അപ്പ് ടു നമ്മളിപ്പോൾ L4ലേക്ക് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യുക, എന്നിട്ടാണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പം യു ഹിയർ ദാറ്റ് സൗണ്ട്, ആ ഒരു സൗണ്ട് വരും. ആൻഡ് യു ക്യാൻ സീ 4LO എൻഗേജ്ഡ് എന്നുള്ളതിൻ്റെ ലോഗോ അവിടെ കിടന്ന് നമുക്കിങ്ങനെ ഡിം ചെയ്ത് കാണിക്കുകയും ചെയ്യും. സോ ദാറ്റ് ദിസ് വിൽ വെരി ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് L4 എൻഗേജ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നോർമലി ഇതിൻ്റെ ഒരു ഫീച്ചർ.